മധ്യകേരളത്തിലെ സുറു മലബാർ കത്തോലിക്കരുടെ മൃതസംസ്കാരം, ആചാരങ്ങളും അനാചാരങ്ങളും. ഈ സന്ദേശം നൽകുന്നത് റവറൻ ഡോക്ടർ വർഗീസ് ചെത്തിപ്പുഴയാണ്. മധ്യകേരളത്തിലെ സുറു മലബാർ കത്തോലിക്കരുടെ ഇടയിലെ മൃതസംസ്കാര രീതികൾ ഒന്ന് അവലോകനം ചെയ്യുന്നത് നല്ലതെന്ന് തോന്നുന്നു. മരണമെന്ന യാഥാർത്ഥ്യം എല്ലാവരും അഭിമുഖീകരിക്കേണ്ടതാണെങ്കിലും മരണത്തെക്കുറിച്ച് സംസാരിക്കുവാൻ പലരും ഇഷ്ടപ്പെടാറില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലേഖനം എഴുതുന്നതെന്ന് പലരും ചിന്തിച്ചേക്കാം. അടുത്ത കാലത്ത് ധനികനായ ഒരു പിതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു കഥ കേൾക്കുവാനിടയായി. ആ മനുഷ്യൻ മരിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രമാണ് മൃതസംസ്കാരം നടന്നത്. മൃതസംസ്കാരം ഇത്രയും നീട്ടിവെച്ചതിന് കാരണം വിദേശത്തു നിന്നും 3 പെൺമക്കൾ വരാനുണ്ടായിരുന്നുവെന്നും വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് 3നും മൃതസംസ്കാരത്തിന് പറ്റുന്ന യൂണിഫോം തയ്ച്ചു കിട്ടുവാൻ വൈകിയതിനാലാണ് സംസ്കാരം വൈകിയതെന്ന് ആണ് കേട്ടത്. ഈ കാലഘട്ടത്തിൽ അത് ശരിയാകാം. അതുപോലെ അവരെ അപകീർത്തിപ്പെടുത്തുവാൻ പ്രചരിപ്പിച്ച കഥയുമാകാം. നമ്മുടെ ഇടയിലെ മരണങ്ങൾ പലതും സംഭവിക്കുന്നത് ഭവനങ്ങളിലോ അല്ലെങ്കിൽ ആശുപത്രികളിലോ ആണ്. പഴയ കാലങ്ങളിൽ മൃതദേഹങ്ങൾ 24 മണിക്കൂറുകൾക്കുള്ളിൽ സംസ്കരിക്കുമായിരുന്നു. ഇന്ന് മൃതദേഹങ്ങൾ മോർച്ചറിയിൽ കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കുവാൻ സൗകര്യമുള്ളതുകൊണ്ട് മാറിയ സാഹചര്യത്തിൽ പല ദിവസങ്ങൾ കഴിഞ്ഞാണ് പലപ്പോഴും സംസ്കാരങ്ങൾ നടക്കുക. അതുപോലെ തന്നെ പരേതൻ്റെ മക്കളോ ബന്ധുക്കളോ വിദൂരതയിൽ നിന്നോ വിദേശത്തു നിന്നോ വരുവാനുള്ളത് കൊണ്ടാണ് മൃതസംസ്കാരം പലപ്പോഴും ദിവസങ്ങളോളം മാറ്റിവെക്കുക. സാവകാശമെടുത്ത് ആവശ്യമായ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാനുള്ളതുകൊണ്ടും മറ്റു ചിലർ ചെയ്യുന്നതിനെ അനുകരിക്കുന്നതുകൊണ്ടും മറ്റു കാരണങ്ങളാലും ചിലർ സംസ്കാരം മാറ്റിവെക്കാറുണ്ട് അഥവാ നീട്ടിവെക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാലുടൻ മൃതദേഹം അടുത്തുള്ള മോർച്ചറിയിലേക്ക് മാറ്റുന്നു. മൃതദേഹം പിന്നീട് പ്രദക്ഷിണമായി വാഹനങ്ങളുടെയും അകമ്പടിയോടെ വിലാപഗാനങ്ങൾ ഉച്ചഭാഷണിയുടെ ആലപിച്ചുകൊണ്ട് പരേതൻ്റെ ഭവനത്തിലേക്ക് വരുന്നു. ചില സന്ദർഭങ്ങളിൽ ഏതാനും മണിക്കൂർ നേരത്തേക്ക്, മറ്റിടങ്ങളിൽ കൂടുതൽ സമയത്തേക്കും മൃതദേഹം വയ്ക്കുന്നു. ഭവനങ്ങളിൽ ഉച്ചഭാഷണിയിലൂടെ ഗാനാലാപങ്ങൾ നടത്തി ചുറ്റുപാടുമുള്ള നാനാജാതി മതസ്ഥരെ ശല്യപ്പെടുത്താറുണ്ട്. മൃതദേഹങ്ങൾ ഏറ്റവും കുറഞ്ഞ സമയം ഭവനങ്ങളിൽ വച്ച ശേഷം സംസ്കാര ചടങ്ങുകൾ നടത്തുവാൻ വ്യഗ്രത കാട്ടുന്ന കുടുംബങ്ങളുണ്ട്. ദ്രുതഗതിയിൽ മൃതസംസ്കാരം നടത്തുവാൻ ശ്രമിക്കുന്നവർ പറയുന്നത് യാതൊന്നിനും സമയമില്ലാത്ത കാലമല്ലേ, എന്തിനു മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന ഉപശാന്തിയാണ്. തങ്ങൾ ജനിച്ചു വളർന്നതോ നിർമ്മിച്ചതോ ആയ ഭവനങ്ങളിൽ നിന്നും മൃതരെ കഴിവതും വേഗം സമയക്കുറവിൻ്റെ പേരിലും മറ്റ് സാങ്കേതിക കാരണങ്ങളുടെ പേരിലും സെമിത്തേരിയിലേക്ക് അയക്കുവാൻ വ്യഗ്രത കാണിക്കുന്നത് ഖേദകരമാണ്. മുൻകാലങ്ങളിൽ മൃതദേഹങ്ങൾ വച്ചിരുന്ന ഭവനങ്ങളിൽ ബന്ധുക്കളും മിത്രങ്ങളും അന്തിമോപചാരം അർപ്പിക്കുവാൻ വരുമ്പോൾ അവിടെ പ്രാർത്ഥനയുടെ ഒരന്തരീക്ഷമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വെറുമൊരു സാമൂഹ്യ ആചാരമായി കണ്ട് വേഗം കടന്നു പോകുന്നവരെ കാണാറുള്ളൂ. മൃതരായവരുടെ ഭവനങ്ങളിൽ പൊതുവെ പ്രാർത്ഥന ചൊല്ലുകയോ മൃതസംസ്കാര ശുശ്രൂഷയിലെ ഗാനങ്ങൾ ആലപിക്കുകയോ ചെയ്യുന്ന ആചാരം പലയിടത്തും തുടർന്നു പോകുന്നുണ്ട്. ഉച്ചഭാഷണി ഉപയോഗിച്ചുള്ള ഗാനാലാപവും മറ്റുള്ളവരുടെ സ്വസ്ഥതയെ കെടുത്തുന്നില്ല എന്നുകൂടി ചിന്തിക്കുന്നത് കൊള്ളാം. മറ്റ് ക്രൈസ്തവ സഭകളുടെ ഗാനവും താന്തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങളും ആലപിക്കുന്നതും പല രൂപതകളിലും നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും അറിഞ്ഞുകൂടാത്ത മൈക്ക് സെറ്റുകാർ ഇഷ്ടമുള്ള പാട്ടുകൾ പാടിക്കുന്നുമുണ്ട്. ഇന്ന് നാം കാണുന്ന വിധത്തിലുള്ള സംസ്കാര ശുശ്രൂഷകൾ നഷ്ടപ്പെട്ടാൽ ആസന്ന ഭാവിയിൽ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്നതുപോലെ മൃതസംസ്കാരം ചുമതലകൾ മൃതസംസ്കാര ഏജൻസികളെ ഏൽപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾ വെറും കാഴ്ചക്കാരായി മാറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുവാനിടയുണ്ട്. ഇത് ആശയപരമായി കുഴപ്പമില്ലാത്ത കാര്യമായി തോന്നാമെങ്കിലും മൃതസംസ്കാരത്തിൻ്റെ പവിത്രതയും മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളതയും നഷ്ടപ്പെടുവാൻ ഇടയാകും. മൃതദേഹങ്ങളെ അപമാനിച്ചു പോലും ഈ കോവിഡ് കാലത്ത് ചിലയിടങ്ങളിലെങ്കിലും മൃതസംസ്കാരങ്ങൾ നടത്തിയത് മാധ്യമങ്ങളിലൂടെ നാം അറിഞ്ഞിട്ടുള്ളതാണല്ലോ. മരണ വാർത്ത പത്രങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും അറിയിക്കുന്ന രീതി ഇന്ന് പലയിടങ്ങളിലും ഉണ്ട്. പരേതരുടെ പടമടിച്ച് ഫ്ലക്സ് ബോർഡുകൾ വച്ച് മരണവാർത്ത അറിയിക്കുന്ന രീതിയും പലയിടങ്ങളിലും സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലങ്ങളിൽ മരണവാർത്ത ബന്ധുക്കളെയും മിത്രങ്ങളെയും അറിയിച്ചിരുന്നത് ആളുകളെ വിട്ട് അറിയിക്കുകയായിരുന്നു. മൃതദേഹം വച്ചിരിക്കുന്ന ഭവനങ്ങളിലോ വിലാപയാത്ര നടക്കുന്ന വഴിയിലും ക്യാമറക്കാരും വീഡിയോ ക്യാമറക്കാരും തോക്കു ചൂണ്ടി നിൽക്കുന്ന പോലീസുകാരെ പോലെ ജാഗ്രതയിലാണ്.
ബന്ധുക്കളെയും സ്നേഹിതരെയും നാട്ടുകാരെയും മൃതദേഹത്തിന് ചുറ്റും നിർത്തി എത്ര രംഗങ്ങളാണ് ക്യാമറയിൽ പകർത്തുന്നത്. ഇതിനു പുറമെ ഡ്രോൺ ഉപയോഗിച്ചും പടങ്ങൾ എടുക്കുന്ന രീതി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പരേതൻ്റെ വിദേശത്തായിരിക്കുന്ന മക്കളെയും ബന്ധുക്കളെയും തത്സമയം വീട്ടിലെ സംസ്കാര ശുശ്രൂഷകൾ കാണിക്കുവാൻ ലൈവ് സ്ട്രീമിങ്ങിലൂടെ ഉള്ള സംവിധാനവും ക്യാമറയുമായി വീട്ടിലും വഴിയിലും ഓടി നടക്കുന്നതും കാണാം. ഒരു പരിഷ്കൃത രാജ്യത്തും മൃതദേഹം വച്ചിരിക്കുന്ന സ്ഥലത്ത് മൃതദേഹത്തിൻ്റെ ഫോട്ടോയോ വീഡിയോയോ എടുക്കുകയില്ല. പിന്നെ ഈ ആചാരമെല്ലാം എങ്ങനെ നമ്മുടെ മാത്രമായി നിലനിന്ന് പോരുന്നുവെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആരെങ്കിലും ഈ പടങ്ങളോ വീഡിയോകളോ പിന്നീടൊരിക്കൽ വീക്ഷിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ശവസംസ്കാരം സംബന്ധിച്ചുള്ള കാര്യങ്ങളെപ്പറ്റി ആവശ്യമായ ബോധവൽക്കരണം നൽകുവാൻ സഭാ നേതൃത്വം മുന്നോട്ട് വരണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ആധുനിക കാലഘട്ടത്തിൽ മൊബൈൽ ഫോണുകൾ, അതും സ്മാർട്ട് ഫോണുകൾ സർവ്വസാധാരണമാണ്. അതില്ലാത്തവർ മോശക്കാരും മണ്ടന്മാരും ദരിദ്രന്മാരുമാണെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. മൃതദേഹത്തിൻ്റെ അടുത്തും മതകർമ്മങ്ങൾ നടത്തുന്ന സന്ദർഭങ്ങളിലും അടുത്തുനിന്ന് വിളികൾ സ്വീകരിക്കുന്നതും ഉച്ചത്തിൽ സംസാരിക്കുന്നതുമെല്ലാം കാണുമ്പോൾ അവരുടെയൊക്കെ വിവേകശൂന്യത എന്നല്ലാതെ എന്തു പറയാൻ എന്ന് തോന്നിപ്പോകും. പരേതിനോടുള്ള ബഹുമാനക്കുറവാണ് ഇത് സൂചിപ്പിക്കുന്നത്. മൃതദേഹം വച്ചിരിക്കുന്ന ഭവനങ്ങളിൽ പുരോഹിതൻ വന്ന് സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്ന സമയത്ത് ചുറ്റുപാടുകളിൽ സംസാരിക്കുന്നവരെയും അടക്കം പറയുന്നവരെയും കാണുമ്പോൾ നമുക്ക് മൃതരോടുള്ള മനോഭാവത്തിൽ എന്തേ ഇത്ര മാറ്റം വരാൻ കാരണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഭവനത്തിലെ സംസ്കാര ശുശ്രൂഷകളുടെ സമയം പഴയ കാലങ്ങളിലെ പോലെ അലമുറയിട്ട് കരയുന്നവരെ കാണാറില്ലെന്നത് ആശ്വാസകരമായ ഒരു സ്ഥിതിവിശേഷം തന്നെ. ഭവനത്തിൽ നിന്നും വിലാപയാത്ര ആരംഭിക്കുമ്പോൾ മൃതദേഹം വാഹനത്തിലോ മഞ്ചത്തിലോ ആക്കി ചുമന്നുകൊണ്ടു പോവുകയാണ് പതിവ്. ഈ സന്ദർഭത്തിൽ വിലാപയാത്രയ്ക്ക് യോജിക്കാത്ത വിധത്തിൽ ജീവിതത്തിൽ ആദ്യമായി കണ്ടവരെ പോലെ സംസാരിച്ചു കൊണ്ടുപോകുന്ന രീതി ഒരിക്കലും സ്വീകാര്യമാണെന്ന് തോന്നുന്നില്ല. ഈ സന്ദർഭത്തിൽ ഗാനാലാപത്തിലോ പ്രാർത്ഥനയിലോ പങ്കുചേർന്നുകൊണ്ട് പോവുകയാണ് അഭിലഷണീയമായിട്ടുള്ളത്. മൃതദേഹം പള്ളിയിലോ കപ്പേളയിലോ എത്തിക്കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ പള്ളിക്ക് വെളിയിലും ബന്ധുക്കളും ഏതാനും പേരും മാത്രം പള്ളിക്കുള്ളിലുമായി കാണുന്ന രീതിയും അനുകരണീയമല്ല. പള്ളിയിലെ കർമ്മങ്ങൾ കഴിഞ്ഞാലുടൻ സെമിത്തേരിയിലേക്ക് യാത്രയാവും. സെമിത്തേരിയിലെ കർമ്മങ്ങളുടെ അവസാനം മാത്രം മൃതദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്ന രീതിയാണ് നല്ലത്. ചിലയിടങ്ങളിൽ മൃതദേഹത്തിൽ ചുംബനം ഒരു വശത്ത്, മറുവശത്ത് പ്രാർത്ഥന എന്ന രീതിയിൽ പോകാറുണ്ട്. ഇത് തികച്ചും അനുകരണീയമായ മാതൃകയല്ല. മൃതദേഹം പെട്ടിയിൽ അടയ്ക്കുന്നിടത്തും കല്ലറയിലും കുഴിയിലും ഇറക്കുന്നിടത്തും പല സ്ഥലങ്ങളിലും എന്തൊരു ശബ്ദകോലാഹലമാണ്! എത്ര പേരാണ് ഉയർന്ന സ്വരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്! ഇതും സ്വീകാര്യമായ രീതിയാണെന്ന് തോന്നുന്നില്ല. എൻ്റെ പരിമിതമായ അറിവിൽ തന്നെ ബഹളക്കാരുടെ ശല്യം കൊണ്ട് 2 ഇടങ്ങളിൽ മൃതദേഹമടങ്ങിയ പെട്ടി തലകീഴായി മറിഞ്ഞിട്ടുള്ളതും പിന്നെ പുറത്തെടുത്ത് വീണ്ടും പെട്ടിയിലാക്കിയുള്ളതുമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൃതദേഹം പെട്ടിയിലാക്കി അടയ്ക്കുവാൻ ഗ്രാഹ്യമുള്ളവരും കല്ലറയിലോ കുഴിയിലോ ഇറക്കുവാൻ അറിയാവുന്നവരും മാത്രം ആ ജോലിയിൽ ഏർപ്പെട്ടാൽ എത്ര നന്നായിരുന്നു. മരിച്ചുപോയ വ്യക്തിയോട് ആദരവ് കാണിക്കണമെന്ന് ഇടവക വികാരിമാരോ കർമ്മങ്ങൾ നടത്തുന്ന മറ്റു വൈദികന്മാരോ നിർദ്ദേശങ്ങൾ നൽകുന്നതിൽ കാണിക്കുന്ന അലംഭാവ മനോഭാവവും ഒരു പരിധിവരെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഒരു സ്ഥലത്ത് മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ട് നടന്ന ബഹളം കണ്ടപ്പോൾ ഇവിടെ ആദ്യമായി നടക്കുന്ന സംഭവമാണോ ഇതെന്ന് ഈ ലേഖകൻ ചോദിച്ചുപോയി. അതുപോലെ മറ്റൊരിടത്ത് മൃതദേഹത്തോടു കൂടിയ പെട്ടി നീണ്ട സമയം അന്തരീക്ഷത്തിൽ പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് മൃതദേഹം പെട്ടിയിൽ തന്നെ താഴ്ത്തിയതെന്നതിനും ഞാൻ ദൃക്സാക്ഷിയാണ്. പരിചയമില്ലാത്തവർ ഇടപെടുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് മേൽപ്പറഞ്ഞ സംഭവങ്ങൾ എന്നതിൽ സംശയമില്ല. സംസ്കാര ശുശ്രൂഷകൾ കഴിഞ്ഞാലുടൻ പലയിടങ്ങളിലും ഒരു ചായ സൽക്കാരമുണ്ട്. ചില സ്ഥലങ്ങളിൽ സംസ്കാര ശുശ്രൂഷകൾ സമാപിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വിഭാഗം ആളുകൾ ദാഹിച്ചു വിഷമിച്ചു വലയുന്നവരെ പോലെ ചായ സൽക്കാരക്കാരൻ്റെ അടുത്ത് തടിച്ചുകൂടുന്നതും ബഹളം വയ്ക്കുന്നതും അനാചാരമാണ് എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ മതങ്ങളിലും മൃതസംസ്കാരം എന്നതൊരു പുണ്യകർമ്മമാണ്. മൃതരെ ആദരവോടെ, ബഹുമാനത്തോടെ, സ്നേഹത്തോടെ നമുക്ക് യാത്രയാക്കാം. മതാചാരപ്രകാരമുള്ള ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും ഭക്തി നിർഭരമായി അവരെ യാത്രയയക്കാം. അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേരാം.